20 വർഷത്തിലധികം കാലമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. അപ്പോഴേ നമ്മൾ ഇന്നിവിടെ മനോരമയുടെ ഹൊറൈസൺ എഡ്യൂക്കേഷണൽ ചാനലും കേരളത്തിലെ പ്രശസ്ത സ്ഥാപനമായ മെറിറ്റ് ക്ലാസസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മത്സര പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എങ്ങനെ കുട്ടികൾ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളെ സജീവമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് വളരെ പ്രസക്തമായ ഒരു വെബിനാറാണ്. ഇത് പലപ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 8, 9, 10 നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ, എൻട്രൻസ് മത്സര പരീക്ഷകൾക്ക് നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ ആര് നടത്തുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആര് നടത്തുന്നു, അവരാണ് അവസാനം വിജയായി തീരുന്നതെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോഴേ ഞാനിപ്പോൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്ന 8, 9 തൊട്ട് ഫൗണ്ടേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ ഞാൻ വരിക. പക്ഷെ ജനറലായിട്ട് ഞാൻ ആദ്യം പ്രധാനപ്പെട്ട മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതിനുശേഷം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പരീക്ഷകളിൽ എങ്ങനെ കുട്ടികൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് കയറി പോകാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് നീറ്റ് പരീക്ഷയെ കുറിച്ചിട്ടാണ് വരുന്നത്. നീറ്റ് പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം നടത്തുന്ന പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ വരിക. 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 9ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. 11, 12 കുട്ടികൾക്ക് ഇത് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോഴേ ഈ നീറ്റ് പരീക്ഷയില് സയൻസ് എടുത്ത്, അതായത് +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ബയോടെക്നോളജി സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന 3 കോളേജുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ആദ്യത്തെ സെഷനിൽ പറഞ്ഞത്. ഞാൻ ആദ്യം പിന്നെയും കോളേജുകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളെ കുറിച്ച് ഞാൻ പറയുന്നത് 8ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് അധികം പറയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 8, 9, 10 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ടതിനെ കുറിച്ച് മാത്രം പറയുന്നത്. ആദ്യം പറയുന്നത് എയിംസ് ആണ്. എയിംസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇന്ത്യയിലെ പ്രശസ്തമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് കുറിച്ചിട്ടാണ് ആദ്യം ഞാൻ പറയുന്നത്. അതില് ഇപ്പൊ നമ്മൾ നീറ്റിലൂടെ എൻട്രൻസ് എഴുതി കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് കാണുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. എനിക്ക് തോന്നുന്നു 19ഓളം മെഡിക്കൽ കോളേജുകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എയിംസിന്റെ കീഴിലുണ്ട്. 19ഓളം മെഡിക്കൽ കോളേജുകൾ. കഴിഞ്ഞ വർഷം ജനറൽ സീറ്റിൽ 51 റാങ്ക് വരെയാണ് എയിംസിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ വർഷം 51 വരെ, അതായത് 720 മാർക്കാണ് ഉണ്ടാവുക. അതായത് 45 പിന്നെ ഫിസിക്സ്, 45 കെമിസ്ട്രി, 45 ബോട്ടണിയും സുവോളജിയും കൂടി ബയോളജിക്ക്, അങ്ങനെ 720 മാർക്കിന്റെ ചോദ്യത്തിൽ 705 മാർക്ക് വരെ കിട്ടിയ കുട്ടികളാണ് 51 കുട്ടികളാണ് ജനറൽ മെറിറ്റിൽ എയിംസ് കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏകദേശം പ്രാവശ്യം 14 ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ എയിംസിൽ അതിന് വരുന്നതിൽ 51 വരുന്നത്. എയിംസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നോക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അത്രമാത്രം ഞാൻ പറഞ്ഞു. അപ്പൊ എയിംസിൽ കിട്ടുമ്പോൾ അതിന് ജനറൽ സീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ PWD എന്ന് പറഞ്ഞൊരു സെക്ഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, 5% പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന്റെ ആൾക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇക്കണോമിക് ആയിട്ട് വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്കും അവിടെ റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. എയിംസിന് റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാൻ വേണ്ടി പാടില്ല. അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണ്. അത് തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റോട് കൂടി നീറ്റ് അപ്ലൈ ചെയ്യണം. അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് എയിംസ്. രണ്ടാമത് കുട്ടികള്, അപ്പൊ എയിംസിന്റെ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. രണ്ടാമത് ജിപ്മർ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പോണ്ടിച്ചേരിയാണ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ അത് വളരെ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് സെന്റർ ആണ്. വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക്, കൂടുതൽ കാശൊന്നും ചെയ്യാതെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് MBBS നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ തന്നെ ആ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അതായത് ഇംഗ്ലീഷ്, റീസണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും കൂടി വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഞാൻ സ്ഥാപനത്തിൽ നിന്ന് പരിചയപ്പെടുത്താണ് ചെയ്യുന്നത്. ജിപ്മർ. മൂന്നാമത്തത് AFMC, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂനെ. അതായത് അത് ഡിഫൻസ് സർവീസിൽ ജോലി കിട്ടുന്ന, ഡോക്ടറായിട്ട് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് എല്ലാ പരീക്ഷകളും നീറ്റിലൂടെയാണ് കയറേണ്ടത് എന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മറക്കരുത്. എല്ലാ എക്സാംസും, ഞാൻ ഈ പറഞ്ഞ എയിംസ് ആയാലും ജിപ്മർ ആയാലും AFMC ആയാലും നീറ്റിലൂടെയാണ് കയറി പോകേണ്ടതെന്നുള്ള കാര്യം മറന്നു വരട്ടെ. അപ്പോഴേ
AFC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിന്റെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 4.5 വർഷം നിങ്ങൾ അവിടെ പഠിക്കണം. 4.5 വർഷം. 1 വർഷം ഇന്റേൺഷിപ്പ് കമ്പൽസറി. 4 മുതൽ 7 വർഷം വരെ കമ്മീഷൻ ഓഫീസറായിട്ട് ആർമി, നേവി, എയർഫോഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അത് വളരെ വളരെ ചെലവ് കുറഞ്ഞ സ്ഥാപനം, ഓൾമോസ്റ്റ് ഫ്രീ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതും നിങ്ങൾ പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് AFMC. ഗവൺമെന്റ് ചെലവിൽ, ഇന്ത്യൻ ഗവൺമെന്റ് ചെലവിൽ ഷൂ പോളിഷ് വരെ ഗവൺമെന്റ് വാങ്ങിത്തരുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കാര്യം മറക്കരുത്. നല്ലോണം ശ്രദ്ധിക്കണം പറയുന്ന കാര്യം. ഇവിടെയൊക്കെ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചൊരു ഒരു ചാനലിലൂടെ, ഒരു പ്രോപ്പർ ചാനലിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അത് മറന്നുപോണ്ട. പിന്നെയുള്ളത് സ്കീമാണ്. ഇതിൽ ഈ പരീക്ഷകളിലൊക്കെ എക്സാമിനേഷൻ പ്രൊസീജിയർ ഒക്കെ ഞങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വിശദമായ ഒരു സെക്ഷനിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ചെയ്യുന്ന കുട്ടികൾ, ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണെങ്കിൽ 9, 10, 14 5ാമത്തെ വർഷമായിരിക്കും ഇയാൾ +2ലേക്ക് വരിക. 9ാമത്തെ ക്ലാസ്സിലാണെങ്കിൽ 4 വർഷം, 10ാം ക്ലാസ്സിലാണെങ്കിൽ 3 വർഷം, ഈ കൊല്ലടക്കം 3 വർഷം കഴിയുമ്പോഴാണ് എത്തുക. ഈ നീറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കീമിലും കൂടി അപ്ലൈ ചെയ്യണം. കേരള കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാം നടത്തുന്ന കീമിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. പരീക്ഷ എഴുതേണ്ടതില്ല, പരീക്ഷ നീറ്റിൽ എഴുതിയാൽ മതി. ഇതിന് അപ്ലൈ ചെയ്തിടണം. കാരണം ആദ്യത്തെ 15 ജനറൽ മെറിറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതിലായിരിക്കും റാങ്ക് ലിസ്റ്റ്. അതൊക്കെ വിശദമായിട്ടേ പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോഴും പ്രധാനപ്പെട്ട നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കോളേജുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, പിന്നെ ജിപ്മർ ഞാൻ പറഞ്ഞു പോണ്ടിച്ചേരി, പിന്നെ AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പുനെ. പിന്നെ ഗവൺമെന്റ് കോളേജസ് ഉണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജിന്റെ, സെൽഫ് ഫൈനാൻസ് കോളേജിന്റെ, ഡീംഡ് യൂണിവേഴ്സിറ്റി. അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പിന്നീട് സംസാരിക്കാം. ഇനി ഞാൻ ചെറിയ രീതിയിലൊന്ന് എഞ്ചിനീയറിംഗ് സെക്ഷനെ കുറിച്ചിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ ബേസിൽ നടത്തപ്പെടുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് JEE ജോയിന്റ് എൻട്രൻസ് എക്സാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ജോയിന്റ് എൻട്രൻസ് എക്സാമിന് 2 സെഷനായിട്ടാണ് പരീക്ഷ നടക്കുക. ഒന്ന് മെയിൻ, രണ്ടാമത്തത് അഡ്വാൻസ്. മെയിനും അഡ്വാൻസ്ഡ് ആണ്. മെയിൻ എഴുതി കെട്ടുന്ന കുട്ടികൾ സാധാരണയായിട്ട് പ്രധാനമായിട്ട് ചേരുന്നത് NIT-യിലാണ്. NIT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ 31 NIT-കളുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പഴയ പേരൻസ് ആണെങ്കിൽ പേരൻസിന് അറിയാൻ പറ്റുമായിരിക്കും. പഴയ REC ആണ്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് ഇപ്പോൾ NIT ആയിട്ടുള്ളത്. അത് നമുക്ക് കാലിക്കറ്റിലാണ് കേരളത്തിൽ NIT ഉള്ളതെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം JEE ഈ ആദ്യത്തെ മെയിനിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾ നീറ്റിലേക്ക് പോയി. പിന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എന്ന പരീക്ഷയാണ് അഡ്വാൻസ്ഡ്. JEE എഴുതുന്ന 2ാമത്തെ പരീക്ഷയാണ് അഡ്വാൻസ്. ഈ അഡ്വാൻസ്ഡില് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ ആണ് സാധാരണ എവിടെയൊക്കെ പോകുന്നത്? IIT കേട്ടിട്ടുണ്ടല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. IIT-യിലേക്ക് പോകുന്നത് ആ കുട്ടികളാണ്. അപ്പം 23 IIT-കൾ, ഈ രാജ്യത്തെ 23 IIT-കളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടും. പിന്നെയുള്ളത് IISER ആണ്. IISER ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷണൽ റിസർച്ച്. 5 എണ്ണം ഉണ്ട്. തിരുവനന്തപുരത്താണ് കേരളത്തിലുള്ളത്. റിസർച്ച് ബേസ്ഡ് ആണ്. റിസർച്ച് ബേസ്ഡ് IIT ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൽ പോവാം. പിന്നെ ഒന്നുള്ളത് IIC ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ ചെയ്യുന്നത്. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ആ പേര് ശ്രദ്ധിക്കുക, IIST. ഇപ്പൊ നിങ്ങൾ തൽക്കാലം പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെത്. ഇത്രയും ക്ലാസ്സിലാണ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ JEE ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, JEE ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIT-യിലേക്ക് പോവാം, IISER-ലേക്ക് പോവാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് പോവാം, IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളാണ്. കൈ നിറയെ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന, അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോലി കിട്ടുന്ന സ്ഥാപനങ്ങളാണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ കേരള കമ്മീഷൻ നടത്തുന്ന കേരള എക്സാം ഉണ്ട്. അത് സാധാരണ എഞ്ചിനീയറിംഗ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി സ്ട്രീം എടുക്കുക. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് സെലക്ഷൻ കിട്ടുന്ന ഇതാണ്. അതിൽ തന്നെ B.Pharm ഉണ്ട്. B.Pharm-ല് ആദ്യത്തെ എഞ്ചിനീയറിംഗിന് ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് കെമിസ്ട്രി, രണ്ടാമത്തെ മാത്സ് ആണ് വരിക. ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി, മാത്സ് എഴുതണ്ട. കേരള എഞ്ചിനീയറിംഗിലാവുമ്പോൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സില് മാർക്കിനോടൊപ്പം നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ 50% മാർക്ക് കൂടി, 12ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷന്റെ 50% മാർക്ക് കൂടി അതിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അത് മറന്നുകൊണ്ട. B.Pharm-ൽ അത് ചെയ്യില്ല. ആ മാർക്ക് കൺസിഡർ ചെയ്ത് ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് മാത്രമാണ് നോക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു.
ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കോഴ്സുകൾ പറഞ്ഞു. നമ്മുടെ പ്രധാന ഉദ്ദേശം ഞാൻ ഇത്രയും പറഞ്ഞ ഈ മെഡിക്കലിലുള്ള എയിംസ്, AFMC, ജിപ്മർ, അതുപോലെ എഞ്ചിനീയറിംഗിലുള്ള JEE, അതിലെ അഡ്വാൻസ് മെയിൻ പറഞ്ഞു, അഡ്വാൻസ് പറഞ്ഞു, IIT പറഞ്ഞു, ഐസർ പറഞ്ഞു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പറഞ്ഞു, IIMT പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പ്രവേശനം കിട്ടുക എന്നുള്ളത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്. പക്ഷേ ഈസി അല്ലേ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. ഇത്തരത്തിലുള്ള കോളേജുകളിലേക്ക്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ ഒരു നല്ല എഫേർട്ട് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയാം. ഇതിൽ കുറേ വീടിങ്ങത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രദീപ് നമ്പ്യാർ എന്ന എനിക്ക് എൻ്റെ 20 വർഷത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരുപാട് കുട്ടികളെ കാണുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങളുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 11th അഡ്മിഷൻ വരുന്ന പേരൻസും കുട്ടികളും എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. എപ്പോഴും അഡ്മിഷൻ എടുക്കുക സ്വാഭാവികമായിട്ട് നല്ല മാർക്കുണ്ട്. CBSE ആയി കഴിഞ്ഞാലും സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ നല്ല മാർക്ക്, സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഫുൾ A+ ഒക്കെയാണ് വാങ്ങിയിട്ട് വരുന്നത്. ഇപ്പോഴല്ല, ഞാൻ കുറച്ച് മുൻപേയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷത്തൊക്കെ എക്സാം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് മുമ്പേ കോവിഡിനൊക്കെ മുമ്പേയുള്ള സമയത്ത് പേരൻസും കുട്ടിയും കൊണ്ട് മുന്നിലിരിക്കും. സർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഏതാണ് നിങ്ങൾക്ക്, എന്താണ്? ഞാൻ സയൻസ് സ്ട്രീമാണ്, ബയോളജി സ്ട്രീമാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്ന സ്ട്രീമാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ക്ലാസ് വേണം, എൻട്രൻസും കൂടി വേണം. ഓക്കെ, എൻട്രൻസും വേണം. അപ്പൊ അതിന് മുമ്പേ തന്നെ ഞാൻ ചോദിക്കും അവരോട്, നിങ്ങൾ സയൻസ് എടുക്കുമ്പോൾ ഈ എൻട്രൻസിന് പറയില്ല, എൻട്രൻസ് ആദ്യം പറയില്ല, അവർ ഇതാണ് വേണ്ടതെന്ന് പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ സയൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം നിലനിൽക്കുന്നുണ്ടോ? അപ്പൊ മിക്കവാറും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ കണ്ട ഒരു 70 അല്ല, ഒരു 80 വേണമെങ്കിൽ പറയാം, പക്ഷെ 70% കുട്ടികളും ഇതിന് എന്നോട് വ്യക്തമായ ആൻസർ പറയുന്നു. എന്തിനാണ് സയൻസ് എടുക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് സയൻസ് എടുക്കുന്നതിന് ഉത്തരം പറയില്ല. അവരൊന്ന് അങ്ങോട്ട് നോക്കും. ഈ കുട്ടികളൊക്കെ നല്ല മാർക്കൊക്കെ കുട്ടികളാണ്, നല്ല കാലിബറുള്ള കുട്ടികളാണ്, മിടുക്കന്മാരാണ്, ഒരു സംശയം എനിക്കില്ല. ഇപ്പൊ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന കുട്ടികളിലും അങ്ങനെ തന്നെയായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കുട്ടികളുടെ ഒരു ജനറൽ സൈക്കോളജി വെച്ചിട്ട് ഞാൻ പറയാണ്, മിടുക്കന്മാരാണ്, ഒരു തർക്കവും അതിലില്ല. പക്ഷെ ഈ ഉത്തരം പറയുന്നത് പലപ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റാറില്ല. കുറച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒന്ന് പാരന്റ് നോക്കി ചിരിക്കും, അങ്ങനെയൊന്നും. ഇതെന്നെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ആദ്യം. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പിന്നെ പറയാ. പിന്നെ കുറച്ചുകൂടി ഞാൻ പറയാം, എന്നാൽ ഒരു ഉദ്ദേശമില്ലാതെ എന്തിനാണ് സയൻസ് എടുക്കുന്നത് ഇത് ചോദിക്കുമ്പോൾ പിന്നെ പറയുന്ന ഒരു സംഭവമാണ്, അത് പിന്നെ ഫ്രണ്ട് എടുത്തത് കൊണ്ട് എടുക്കുന്നതാണ്. അത് കൂടെ പഠിച്ച 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒന്നിച്ചിരുന്ന ഒരു 5 കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത് ഒരു കുട്ടി, ഈ മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും, 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും മാർക്ക് ഉണ്ടാവും. 1 or 2 കുട്ടികൾ സീരിയസ് ആയിട്ട് MBBS ചെയ്യണം അല്ലെങ്കിൽ IIT ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു വരുന്ന കുട്ടികളുണ്ടാവും. ബാക്കി എല്ലാവരോടും അവരുടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ചേരുകയും പകുതി വഴിയിൽ വെച്ചിട്ട് ഈ എൻട്രൻസിന്റെ പ്രയത്നം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ചോദ്യം. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയാതെ നിൽക്കുന്ന ഒരാളെ അവസ്ഥ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഉള്ളത്, പക്ഷെ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഫീൽ ചെയ്യുക. അപ്പം ഇത് കൃത്യമായൊരു എയിം ഉണ്ടാക്കി വെക്കുക, ഒരു 10ാം ക്ലാസ് എത്തുമെങ്കിലും മിനിമം എയിം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ 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 അത്യാവശ്യമായ ഒരു സംഗതിയാണ്. എക്സെപ്ഷണൽ കേസ് ചിലപ്പം +1 മുതൽ ചെയ്ത് പോകുന്നതൊക്കെ കാണാറുണ്ട്, അതുപോലെ എക്സെപ്ഷണൽ കേസാണ്, ഞാൻ ജനറൽ കേസാണ് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 8ാം ക്ലാസ് മുതൽ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് ചെറിയൊരു ധാരണ, ഇപ്പൊ 8ാം ക്ലാസ് കൂടി പഠിക്കുന്ന ഒരു കുട്ടിയോട് നിനക്ക് എന്താണ് ആവാനാണ് ആഗ്രഹം ചിലപ്പോൾ അപ്പന് പറയാൻ കഴിയണമെന്നൊന്നുമില്ല. പക്ഷെ അവൻ 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11ാം ക്ലാസ്സിൽ 12ാം ക്ലാസ് കുറെ പരീക്ഷകൾ നടക്കുന്നുണ്ട് എന്നെങ്കിലും അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞു, എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നീറ്റ് എഴുതുന്ന കുട്ടികള് റാങ്ക് മുന്നിൽ വന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് കണ്ടുകരുന്ന സ്ഥാപനമാണ്. ഇപ്പം ഇത് കേട്ട കുറെ കുട്ടികൾ, ഇപ്പൊ ഞാൻ 8ാം ക്ലാസ്സിൽ, ഉദാഹരണത്തിന് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ കുറിച്ച് പറയുന്നത്, അവൻ ഇത് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പം എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവൻ കേട്ടു. ജിപ്മർ, ജവഹർലാൽ നെഹ്റു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കേട്ട ആളുണ്ടാവും, കേൾക്കാത്ത ആളുണ്ടാവും. പക്ഷെ കേൾക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അത് കേട്ടു. AFMC, ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം പൂനെയിലുള്ളത്, ആ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്ന് ചോദിച്ചാൽ കേട്ടു. ചില സമയത്ത് ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 12th സെക്കൻഡ് ഇയർ +2 ആയി കഴിഞ്ഞാൽ പോലും ഈ സംഭവം കേൾക്കണമെന്നില്ല. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും.
ഈ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലൊക്കെ പറയുന്നത് 150 സീറ്റാണ് അതിലുണ്ടാവുക. 150 150 സീറ്റാണ് AFMCക്ക് ഉള്ളത്. അതിൽ 115 ആൺകുട്ടികൾക്കും 30 ഗേൾസിനുമാണ് കിട്ടുന്നത്. ബാക്കി 5 ഗവൺമെന്റ് സ്പോൺസേഡ് കാൻഡിഡേറ്റ് ഫ്രം ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ്. ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസിന് വരുന്ന കുട്ടികൾക്കാണ് ബാക്കി 5% റിസർവേഷൻ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 150 കുട്ടികൾക്കാണ് അഡ്മിഷൻ. പിന്നെ അത് നീറ്റിലൂടെ കയറി അത് ലിങ്കൊക്കെ കൊടുക്കണം. നീറ്റിൽ കയറി അത് നമുക്ക് പിന്നെ പറയാം, അതൊക്കെ നമുക്ക് പറയാൻ സമയമുണ്ട്. ആ ലിങ്കൊക്കെ കൊടുത്ത് നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിൽ ചേർന്ന് അവിടെ ഇന്റർവ്യൂ ഉണ്ട്. അവിടുന്ന് അവർ നടത്തുന്ന ഇംഗ്ലീഷിനെ ബേസ് ചെയ്തുകൊണ്ട്, അതൊക്കെ +2 ബേസ്ഡ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞ് അവരെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പല 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 പ്രോസസ്സിലൂടെ കടന്നു പോകണം. കാരണം ആംഡ് ഫോഴ്സിൽ എടുക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലാണ് ഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ, അപ്പൊ സയൻസ് എടുക്കുമെന്ന് പറയുമ്പോൾ ലക്ഷ്യമില്ലാതെ എടുക്കും. കുറെ കുട്ടികൾ ലക്ഷ്യത്തോടു കൂടി പോയി അച്ചീവ് ചെയ്യും. അപ്പം ലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് കോമ്പറ്റീറ്റേഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമും 90% തന്നെ ഞാൻ പറയാം നടക്കുന്നത്. അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ പേരൻസിനൊക്കെ അറിയുന്ന കാര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈ ഫൗണ്ടേഷൻ കോഴ്സ് കുറച്ച് ഏർലിയർ ആയിട്ട് ഒരു 8ാം ക്ലാസ് മുതൽ തുടങ്ങും. ഇതിനെ ബേസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സിന് ചേരുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? ഒരാൾ ചോദിക്കണം, എന്തിനാണ് ഇത്ര നേരത്തെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരാ. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് 8ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ സയൻസും മാത്സും സൗണ്ടായി സബ്ജക്ട് പഠിക്കുകയും സബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി സബ്ജക്റ്റ് തറവുകൾ വരെ സംശയം വേണ്ട. നമ്മൾ +1 +2 കുട്ടികളോട് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം, ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. പക്ഷെ കുട്ടികൾ ദൗർഭാഗ്യവശാൽ മെജോറിറ്റി കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വായിക്കില്ല. അവര് ബോർഡ് എക്സാമിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് മാത്രം ആവശ്യം. ബോർഡ് എക്സാമിന്റെ സ്റ്റൈല് വേറെ ഒന്നാണ്. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം നിർബന്ധം തന്നെയാണ്, സംശയമില്ല. പക്ഷെ ബോർഡ് എക്സാമും എൻട്രൻസും എൻറ്റയർലി ഡിഫറന്റ് തന്നെയാണ്. പഠിക്കുന്ന സബ്ജക്റ്റിന് ആഴത്തിന്റെ പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ABCD ഓപ്ഷൻ. ഈ ഓപ്ഷൻ ചെയ്ത് പഠിക്കുക, അത് പരിശീലനത്തിലൂടെ നേടേണ്ട. കാരണം എന്ന് വെച്ചാല് ഞാൻ പറയുന്നത്, ഒരു മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ ഇപ്പം 8ാം ക്ലാസ്സിന്റെ ഒരു കുട്ടിക്ക് ഞാനൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കൊടുത്താല് ഒരു വിധം മിടുക്കനായ കുട്ടി അത് ചെയ്യും. 1 മിനിറ്റ് അവൻ 5 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ചെയ്യും. അവൻ ചെയ്യും. അത് ന്യൂമറിക്കൽ എബിലിറ്റി നല്ലുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവൻ 1.5 മിനിറ്റോ 2 മിനിറ്റോ എടുത്തിട്ട് അവൻ ചെയ്യും. ഇങ്ങനെ ഒരു പ്രവണത സത്യത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ കോച്ചിങ് സെന്ററുകളുടെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാവും. ഇപ്പം മനോരമയുടെ ഹൊറൈസൺ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് വളരെ സീരിയസ് ആയിട്ട് അവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ തരും. അപ്പം അത് മനോരമയുടെ വളരെ നല്ല ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ചാനലാണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, അവർ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് സബ്ജക്ട് പഠിച്ചു, കൺസെപ്റ്റ് പഠിച്ചു. സബ്ജക്റ്റും കൺസെപ്റ്റും തറവായ ഒരു കുട്ടിയുടെ മുന്നിൽ പിന്നെ എൻട്രൻസിലുള്ള ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നതാണ് ടൈം മാനേജ്മെന്റ്. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, നല്ല എക്സ്പെർട്ട് ഒരു ടീച്ചറാണ്. ഇപ്പൊ ഹൊറൈസൺ പോലെയുള്ള ഒരു ഫൗണ്ടേഷൻ സ്ഥാപനം പോലെ ഒരു സംരംഭം നടത്തുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ മിടുക്കന്മാരെ അധ്യാപകരും അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അത് നിങ്ങൾക്കും തർക്കമൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. 1 മിനിറ്റ് കൊണ്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. അത് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഘടകം, അതിൽ വലിയൊരു ഫാക്ടർ ഉണ്ട് തന്നെയാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ സമയം പിന്നെ നിങ്ങൾക്ക് ലാഭിച്ചു. അപ്പൊ ഈ പ്രാക്ടീസും കൂടി ചെയ്യുന്ന ഒരു കുട്ടി, അതായത് സബ്ജക്ട് തറവാവുക, കൺസെപ്റ്റ് തറവാവുക, ടൈം മാനേജ്മെന്റിൽ കൃത്യസമയത്ത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കുട്ടി 80% ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് എൻട്രി കിട്ടാനുള്ള ചുവടുവെപ്പുകളുമായി നീങ്ങുകയാണെന്നാണ് വിചാരം. അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിൽ സ്വാഭാവികമായിട്ട് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ് 11, 12 തൽക്കാലം ഞാൻ അവിടെ നിർത്തുന്നു. ആ കുട്ടികൾ ഉണ്ടാവട്ടെ. ഈ പേരൻസിന് ചോദ്യം ഉണ്ടാവും, ഇതുകൂടി ഇതൊക്കെ സമയം ഉണ്ടാവും. കുട്ടികൾക്ക് രാവിലെ ഇപ്പം നവംബർ സ്കൂൾ തുറക്കുന്നു എന്ന് പറയുന്നുണ്ട്. നവംബറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വൈകുന്നേരം വരും, പിന്നെ ടയേർഡ് ആവും. പിന്നെ അതല്ല, സമയം നമ്മൾ ഉണ്ടാക്കണം. സമയം പോരാ എന്ന് പറയുന്നത് സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത ആളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. സമയം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എനിക്ക് 24 മണിക്കൂറാണ്. എൻ്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് 24 മണിക്കൂറാണ്. പാരൻസിന് 24 മണിക്കൂറാണ്. അതിൽ മാറ്റൊന്നുമില്ല. ടൈം മാനേജ്മെന്റ് ഈസ് ലൈഫ് മാനേജ്മെന്റ് എന്ന് പറയാറ്. ഈ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളെ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്താൽ പോരാ. നിങ്ങളുടെ ജീവിതത്തിൽ പോലും നിങ്ങൾ
ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് വളരെയധികം അവയർനെസ് ഉള്ള ആളായിരിക്കണം. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ് ജീവിതത്തിലെ സമയം പറഞ്ഞു ഇതൊരു ഒരു ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ആദ്യം ഒരു കുട്ടി വിചാരിക്കണം എനിക്ക് നീറ്റിൽ എയിംസിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ AFMCയിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ജിപ്മറിലാണ് പോകേണ്ടത് വിചാരിക്കാം. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആ കുട്ടി വിചാരിക്കണം എനിക്ക് IITയിൽ എനിക്ക് അഡ്മിഷൻ വേണം. കുറച്ചത് ഒരു കുട്ടിക്ക് ഒരു ഫൈൻ മോർണിംഗിൽ ഒരു ആഗ്രഹം അങ്ങനെ തുടങ്ങുകയാണ്. ഇല്ലെങ്കിൽ അവനെ സ്വാധീനിച്ച IITയിലേക്ക് അവനെ കിട്ടാൻ സ്വാധീനിച്ച പല ഫാക്ടേഴ്സ് ഉണ്ടാവും. എനിക്ക് അവന്റെ സീനിയർ ആയിട്ട് പഠിച്ച ആൾക്കാരുണ്ടാവാം, അവന്റെ നെയ്ബർ ഉണ്ടാവാം, അവന്റെ റിലേറ്റീവ്സ് ഉണ്ടാവാം. പക്ഷെ ഇവന്റെ ടേസ്റ്റ് ആണ് ഇതിന് പ്രശ്നമെങ്കിൽ കൂടി ഇവന്റെ ഒരു പ്രചോദനമായിട്ട് ഇവന് വന്ന് ഭവിക്കാം. അപ്പോഴേ ഇങ്ങനെ വന്ന് ഭവിക്കുന്ന സമയത്ത് ഇവൻ അത് കൃത്യമായ രീതിയിൽ അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് 8ാം ക്ലാസ് മുതൽ തന്നെ ഫൗണ്ടേഷൻ സ്ഥാപനങ്ങൾ, നല്ല സ്ഥാപനങ്ങൾ നോക്കി ചൂസ് ചെയ്യുക. നിങ്ങൾ ആ സ്ഥാപനം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കോച്ചിങ് ആഴ്ചയിൽ 2 ദിവസം ഒരു കോച്ചിങ് കിട്ടിയാൽ പോലും ആ 2 ദിവസത്തെ കോച്ചിങ് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് മൈലേജ് തരും. തർക്കമില്ലാത്ത കാര്യമാണ്, ഒരു സംശയമില്ല. ഞാൻ പറയാം, ഞാൻ ഒരു വെളിപാടിന്റെ വെളിച്ചത്തിലോ ഒന്നും ഞാൻ പറയുന്നില്ല. അനുഭവം എന്റെ കൺമുൻപിൽ കണ്ട, ഞാൻ നേരിട്ട് എന്റെ നേക്കറ്റ് ആയി കൊണ്ട് കണ്ട സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിലൊരു തർക്കമില്ല. നിങ്ങൾ അതിന് സംശയം വിചാരിക്കണം. നിങ്ങൾ ധൈര്യ കോൺഫിഡൻസോട് കൂടി. പിന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ മിക്ക കുട്ടികളും കാലിബറുള്ള കുട്ടികളാണ്. ഞാൻ കണ്ട 11ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഈ പഠനം ഇങ്ങനെ വളരെ സീരിയസ് JEE അതുപോലെ ഈ AFMC അതുപോലെ എയിംസിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട കുട്ടികളാ ഞാൻ പലപ്പോഴും ഇവർ ഈ പഠനം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ എങ്ങനെയോ പിന്തിരിഞ്ഞു പോയിട്ട് ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇവരെ ക്ലറിക്കൽ ജോലി കാണുന്നുണ്ടാവും. ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ പോയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ വർത്താനൊക്കെ പറയും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ദൈവം ഇവന് ഇവിടെ നിർത്തേണ്ടയാണല്ലോ. സർക്കാർ ജോലി ഒരിക്കലും മോശമെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറഞ്ഞു. സർക്കാർ ജോലി നല്ല ജോലിയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ ഇരിക്കുന്ന അവൻ ഇതൊന്നുമല്ല, അവന്റെ ജോലി സർക്കാർ ജോലിയൊന്നുമല്ല. അതിനപ്പുറം അവന് ഈ ലോകത്തിന് ഉദാത്തമായ സംഭാവനകൾ ചെയ്യേണ്ടവനാണത്. മെഡിക്കൽ രംഗത്ത് ഇപ്പൊ കോവിഡൊക്കെ വന്ന സ്ഥിതിക്ക് മെഡിക്കൽ രംഗത്ത് ഒരുപാട് റിസർച്ചുകളും ഇനി തുടർന്ന് വരുന്ന സമയമാണ്. ഇപ്പൊ നിങ്ങളെപ്പോലെ എനർജറ്റിക് ആയിട്ടുള്ള യൂത്തിന്റെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളുടെ സേവന രംഗത്ത് ആവശ്യമുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മറന്നു പോകരുത്. അത് നിങ്ങൾ മനസ്സിൽ ഫീഡ് ചെയ്തിടണം, നിർബന്ധമായിട്ടിടണം. അതുപോലെ സയൻസിലെ എഞ്ചിനീയറിംഗ് രംഗത്താണെങ്കിൽ വിസ്ഫോടനാത്മകമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നമ്മളെ സമൂഹത്തിന് ഗുണപ്രദമായ സംഭാവനകൾ നൽകാനുള്ള എനർജറ്റിക് യൂത്താണ് നിങ്ങൾ. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കണം. ഒരുപാട് ദൗത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാരണം നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയി നിൽക്കുന്ന സമയമാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ എൻട്രൻസ് എക്സാം ഒക്കെ ഈ 17ാമത്തെ ഒരു 15, 16, 17ാമത്തെ വയസ്സിലാണ്. +2 കുട്ടികള് 17 വയസ്സായിരിക്കും +2 പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ എൻട്രൻസ് എക്സാം നടത്തുന്നതിന്റെ ഈ സമയത്ത് നടത്തേണ്ട ഒരു കാരണം നിങ്ങളുടെ മെമ്മറി ഏറ്റവും ഷാർപ്പായി നിൽക്കുന്ന സമയം ഈ 17 വയസ്സായിരിക്കും. 17 വയസ്സായി നിങ്ങൾ ഈ NE എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മെമ്മറിയിൽ ഷാർപ്നെസ്സിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് ഗ്രാജുവലി എല്ലാവരും മെമ്മറിയിൽ പതുക്കെ സെല്ല് നശിക്കുന്നതിന് കുറഞ്ഞു പോകും. പക്ഷെ നിങ്ങളുടെ മെമ്മറി ഷാർപ്പായിരിക്കും. ഒരു 17 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ മെമ്മറി ഷാർപ്പാവുന്ന സമയത്ത് നടത്തുന്ന എൻട്രൻസ് എക്സാമിൽ ഈ കുട്ടിക്ക് മികച്ച പെർഫോമൻസ് നടത്താൻ പറ്റും. ഒരു സംശയമൊന്നുമില്ല, മികച്ച പെർഫോമൻസ് നടത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ഞാൻ ടൈം മാനേജ്മെന്റിലേക്ക് വീണ്ടും വരുന്നത്. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വീണ്ടും ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അറ്റത്തും ചിട്ടയുണ്ടാണ്. ഒരു സമയം അത് വേറെ അച്ഛനും അമ്മയ്ക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്ന ആക്ടിവിറ്റി എത്രയാണ്, ന്യൂസ് പേപ്പർ എത്ര വയ്ക്കും. നിങ്ങൾ എന്റർടൈൻമെന്റ് വേണമെങ്കിൽ എന്റർടൈൻമെന്റ് നിങ്ങൾ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഈ എന്റർടൈൻമെന്റ് പേര് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ഇന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം. ഒരിക്കലും ഞാനൊരു വലിയൊരു സ്കൂളിൽ അവിടെ നമ്മൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്ലാസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. വലിയ സ്കൂളാണ്. ആ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫൗണ്ടേഷൻ 10ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു ആ ഫൗണ്ടേഷൻ തുടങ്ങിയത്. നമുക്ക് അന്നേരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് ഫൗണ്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു അച്ഛനും മകനും അവിടെ വന്നു. അപ്പം ഈ അച്ഛൻ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹം ഇന്ററാക്ട് ചെയ്തു, കാര്യങ്ങൾ നല്ല ധാരണയുള്ള ആളാണ്. അയാൾക്ക് ഇതിനെ കുറിച്ചൊക്കെ വളരെ അവഗാഹമുള്ള ആളാണ്. അദ്ദേഹം മാനിയും കൂട്ടി വന്നു. അപ്പം കൃത്യമായിട്ട് ഉത്തരം വളരെ കൃത്യമായിരുന്നു. എന്തിനാ സയൻസ് എടുത്തുന്നുള്ള സ്ഥിരം പല്ലവി ഞാൻ ആവർത്തിച്ചു. അവൻ ഉത്തരം പറഞ്ഞു എയിംസിലാണ് വേണ്ടത്. റൈറ്റ്, വെരി ഗുഡ്. എയിംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ മോനെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് തരണം. തന്നു കഴിഞ്ഞാൽ മകനെ എയിംസിലേക്ക് കയറ്റി വിടുന്ന കാര്യം ഞങ്ങളേറ്റ് സ്ഥാപനത്തിൽ മകനെ പൂർണ്ണമായിട്ട് തരണം. മകന് മനസ്സിൻ്റെ മനസ്സിലാക്കി. മകൻ തന്നെ പറഞ്ഞ എയിംസ് ആണ് എന്റെ എയിം. അപ്പം അച്ഛന് സാറ് ചിരിച്ചുകൊണ്ട് ആ ചിരിയിൽ ഞാൻ പലതും വായിച്ചെടുത്തു. ആ ചിരിയിൽ ആ മകനെ വിട്ടുതരണം,
ആ കാര്യങ്ങൾ പറഞ്ഞതിൽ അദ്ദേഹം ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാർ? അദ്ദേഹം പറഞ്ഞു, സാറേ അത് അങ്ങനെ ഈ കുട്ടികളെ 10ാം ക്ലാസ്സിലല്ലേ എൻ്റെ മകന് കിളികളുടെ ചിലക്കലും പുഴകളുടെ സംഗീതവും സൂര്യോദയവും ചന്ദ്രന്റെ ഉദയവും അസ്തമയവും ഇതൊക്കെ ആസ്വദിക്കേണ്ട ഒരു സമയത്ത് അവനെ ഇങ്ങനെ കെട്ടി ഇതിലേക്ക് ഇടുമ്പോ എനിക്ക് അതിനോട് വലിയൊരു യോജിപ്പ് വരാൻ കഴിയുന്നത്. അവനെ ഫ്രീയായി വിട്ടുകൊണ്ട് അവൻ എയിംസിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ സാറ് പറഞ്ഞ, അച്ഛൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്ന ആൾ തന്നെയാണ്. സത്യമാണ് അത്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ പിടിച്ച് കെട്ടി 24 മണിക്കൂർ പഠിക്കുന്നല്ല, അതിലേക്ക് കോഴ്സിൽ വിടുമ്പോൾ അതൊരു ചെറിയൊരു രീതിയിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് മാർഗമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ ചെറിയ 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 കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യണം. ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പൊ ഒരാള് 6 പാക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, 6 പാക്ക് ജിമ്മിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അയാൾ ആത്മാർത്ഥമായിട്ട് അയാൾക്ക് മസിൽ മാസ് ഉണ്ടാക്കണം, 6 പാക്ക് ഉണ്ടാക്കണം. 6 പാക്ക് ഉണ്ടാകുമ്പോൾ ട്രെയിനർ പറയാണ് നിങ്ങളെ ഭക്ഷണം അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഈ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പലപ്പോഴും ഈ 6 പാക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുറക്കും. എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത്? അവന്റെ ഈ ഒറ്റ 6 പാക്ക് ഉണ്ടാക്കുക, അതിനവൻ സാക്രിഫൈസ് ചെയ്യാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും അവൻ കുറക്കുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നുണ്ടാവുക. മധുരം അവന് ഇഷ്ടമായിരിക്കും, മധുരം തീരെ പാടില്ല എന്ന് പറയും. വെജിറ്റബിൾസ് കൂട്ടണം എന്ന് പറയും, റോ വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കണം എന്ന് പറയും. ഇതൊക്കെ ഇവന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവനത് ചെയ്യുന്നത് 6 പാക്ക് എന്ന ടാർഗറ്റാണ്. ആ ടാർഗറ്റിൽ അവൻ എത്തണമെങ്കിൽ ഇത് ചെയ്താൽ കൃത്യമായിട്ട് അവനെത്തും. അതുപോലെ നിങ്ങളുടെ 6 പാക്ക് ആയിരിക്കട്ടെ ഈ എയിംസും ഞാൻ പറഞ്ഞ ജിപ്മറും അതുപോലെ AFMCയും JEയും IITയും ഒക്കെ അതായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം. അപ്പൊ ഞാൻ ആ സാറോട് പറഞ്ഞു, ഞാൻ ജിമ്മിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അദ്ദേഹം നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു സാറെ കുറച്ചൊരു കോംപ്രമൈസ്. പക്ഷെ ഞാൻ സാറുമായി കുറച്ച് ഇന്ററാക്ട് ചെയ്തപ്പോൾ സാർ അത് സമ്മതിച്ചു. ആ പയ്യൻ അവിടെ ചേർന്നു. +1 +2 അവനെ എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു മുഹൂർത്തം അവന് എയിംസ് കിട്ടിയെന്നുള്ളതാണ്. അതാണ് പറഞ്ഞു എന്റെ അനുഭവങ്ങൾ എനിക്ക് വളരെ സന്തോഷം. പക്ഷെ അത് ടീച്ചേഴ്സാണ്, അവിടെ ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സ് ഭംഗിയായിട്ട് എടുത്തു. ആ പയ്യന്റെ മിടുക്ക് അതിന് വലിയൊരു ഘടകം കൊണ്ട് ടീച്ചേഴ്സ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ കൊണ്ട് ചെയ്യുന്ന സിസ്റ്റം ഞങ്ങൾ ജയിച്ചു. പക്ഷെ സർവോപരി അവന്റെ മിടുക്കിന് ഒരു 100 മാർക്ക് കൊടുക്കണം, അവന് കിട്ടി. ഞാൻ പറയുന്നത് ആ വിജയത്തിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഞാൻ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അച്ഛൻ എന്നോട് വന്നു, അച്ഛൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്കൊരു, ഞാൻ പറഞ്ഞു അച്ഛനേക്കാൾ സന്തോഷം എനിക്കുണ്ടാവും. കാരണം അത് ഏത് കുട്ടി, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കുട്ടികളെ ഏത് കുട്ടികളെ എവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കുട്ടിയെ റാങ്ക് കിട്ടിക്കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ അലകൾ ഇങ്ങനെ വന്നുകൊണ്ടേ. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറായിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സമയം ഒന്ന് കൺജസ്റ്റ് ആവും. ഇപ്പൊ റിലാക്സ് ചെയ്യാനൊക്കെ ടൈം മാനേജ്മെന്റ്, നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് സമയം കണ്ടെത്താം, നിങ്ങൾക്ക് എല്ലാത്തിനും കണ്ടെത്താം. പിന്നെ വേറെ ഒന്ന് ഫൗണ്ടേഷൻ കോഴ്സ് എടുത്ത് ഇത്തരത്തിലുള്ള കോഴ്സിന് ചേരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ഹൊറൈസൺ, മനോരമയുടെ ഹൊറൈസണിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സ് ഞാനിപ്പോ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് കുറെ വിശദീകരിച്ച് പറഞ്ഞു തരും. ഇനി ഇതിൽ പെടാത്ത കുറച്ചും കൂടി മെഡിക്കൽ കോളേജുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മാത്രമല്ല ഹൊറൈസണിന്റെ തന്നെ ഒരു വേദിയിൽ നമുക്ക് സമഗ്രമായിട്ട് എൻട്രൻസിന്റെ എത്ര സീറ്റുകളുണ്ട്, ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, നീറ്റിന് എത്ര കോളേജസ് ഉണ്ട്, ഒക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഞാൻ ഈ ഫൗണ്ടേഷന്റെ കാര്യത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് രണ്ടും കൂടി 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കുറേ കോളേജസ് പറഞ്ഞു വരുമ്പോൾ അവന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 9ാം ക്ലാസ് 11, 12 കുട്ടികളുടെ അവർക്ക് പറയുന്ന കാര്യം ഓക്കെ ആയിരിക്കും, അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന വെൽവേഴ്സ്ഡ് ആയിരിക്കും, സംശയമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് ആണ്. ഹെൽത്ത് നല്ല എന്താ പറയുക, നമ്മൾ പറയില്ലേ ഹെൽത്തി ശരീരത്തിലാണ് ഹെൽത്തി മനസ്സ് ഉണ്ടാവുമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സും ശരീരവും സ്റ്റഡി ആയിട്ടുണ്ടാവണം. ഇത്തരത്തിലുള്ള വലിയ പ്രശസ്തമായ നിങ്ങളുടെ ഫ്യൂച്ചറിനെ, നിങ്ങളെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ കൃത്യമായിരിക്കണം. ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് കറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കണം, പ്രോട്ടീൻ കറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കണം, ഹെൽത്തി ഫാറ്റ് കറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കണം. ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം കുടിക്കണം, കൃത്യമായ അളവിൽ വെള്ളം കുടിക്കണം. ഉറങ്ങണം, മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും നല്ല ശരിയായിട്ട് നിങ്ങൾ ഉറങ്ങണം. ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എനർജി വരും. ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് എനർജി എടുക്കാനുണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട് എടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങളെ ഭക്ഷണക്രമത്തിൽ പോലും ഞാൻ പറയുക, നിങ്ങൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരു കരുത്തുണ്ട്, അപാരമായ കരുത്തായിരിക്കും. അത് നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യും. അപ്പം
നിങ്ങൾ ചെയ്യേണ്ട കാര്യം സമയത്തിനെ കുറിച്ച് ഞാൻ ഭക്ഷണത്തെ കുറിച്ച് പറയും, വീണ്ടും ഞാൻ സമയത്തിലേക്കാണ്. സമയം മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന മാനേജ്മെന്റ്, ടൈമിന്റെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആ പരിശീലനം തരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഉത്തരം ഗ്രാജുവലി നിങ്ങൾ വന്ന് 1 മിനിറ്റ് കൊണ്ടും ചിലപ്പോൾ 30 സെക്കൻഡ് കൊണ്ടും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഒരു തർക്കവുമില്ല. പിന്നീടുള്ളത് ഞാൻ പറഞ്ഞ സമയത്തിന്റെ, ഞാൻ പറഞ്ഞ സമയം വളരെ പ്രഷ്യസ് ആണ്. നമ്മുടെ സമയം എന്ന് പറയുന്ന സംഗതി നിങ്ങൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ കേട്ട കുറച്ച് കാര്യമാണ്. കാരണം ഒരാളോട് ഒരു വർഷത്തെ കുറിച്ച് വർഷാന്ത പരീക്ഷ തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ ഒരു വർഷത്തിന്റെ വിലയവൻ പറയും, നമ്മൾ കേട്ടു അല്ലെ, പറയാറുണ്ട്. ഒരു മാസത്തിന്റെ വില 9ാം മാസത്തിൽ, അതായത് മാസം തികയാതെ ഒരു മാസം നേരത്തെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഒരു മാസത്തിന്റെ വില എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസത്തിന്റെ വില കുടുംബം പോറ്റാൻ വേണ്ടി, തന്റെ കുടുംബം പോറ്റാൻ വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്ന ദിവസ കൂലിക്കാരനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഒരു ദിവസത്തിന്റെ വില എത്രമാത്രമാണ്. ഒരു മണിക്കൂറിന്റെ വില സമാഗമം കാത്തു നിൽക്കുന്ന ലവേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഒരു മണിക്കൂർ എത്രമാത്രം ഉള്ളതാണ്. അവർക്ക് കൃത്യമായിട്ട് അതിന്റെ തീവ്രത, ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് അവർ പറയും. ഒരാഴ്ചയുടെ എത്ര വില എന്ന് വെച്ചാൽ പത്രത്തിന്റെ പത്രാധിപരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഒരാഴ്ചയുടെ വില എത്രയാണെന്ന്. ഒരു മണിക്കൂറിന്റെ വില നമ്മൾ പറഞ്ഞു, ഒരാഴ്ചയുടെ പറഞ്ഞു, മാസത്തിൻ്റെത് പറഞ്ഞു, വർഷത്തിൻ്റെത് പറഞ്ഞു. ഇനി ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് ട്രെയിൻ വിട്ടുപോയി, അല്ലെങ്കിൽ പ്ലെയിൻ പോയി, എയർട്രാമിൽ പ്ലെയിൻ പോയി, അങ്ങനെയുള്ള വാഹനങ്ങൾ പോയി, നമ്മളെ യാത്രയിലുള്ള വാഹനങ്ങൾ പ്ലെയിൻ ആയാലും ബസ്സായാലും മിസ് പോകുന്ന ഒരാൾക്ക് 1 മിനിറ്റിന്റെ വിലയാണ്. ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ ഒരു അപകടത്തിൽ നേരെ 1 സെക്കൻഡ് കൊണ്ട് ആ അപകടം ഒഴിവായി പോയി എന്ന് പറയാം. അത് അനുഭവിച്ച ഒരാൾക്ക് സെക്കൻഡിന്റെ വിലയാണ്. ഒരു മില്ലി സെക്കൻഡിന്റെ വില അറിയണമെങ്കിലോ നിങ്ങൾ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഒരാൾക്ക് ചോദിച്ചാൽ അതൊരു മില്ലി സെക്കൻഡിന്റെ വിലയാണ്. അത്രയും പ്രഷ്യസ് ആണ് സമയം. ഞാൻ ഇതൊക്കെ പറഞ്ഞത് പറയുന്നത് വേണ്ടിയല്ല, സമയം എന്ന് പറയുന്നത് ആ ഓരോ സമയത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അത്രമാത്രം പ്രഷ്യസ് ആണ്. അപ്പൊ ഈ സമയം കൃത്യമായി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് എൻട്രൻസ് എക്സാമിനേഷന്റെ ആത്മാവാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. അത് വളരെ കൃത്യമായി ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുക, ഒരു എയിം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. ശ്രമം പറയുന്നു. 8ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടീനെ ഞാൻ പറഞ്ഞ 5 വർഷമുണ്ട്, 9ാം ക്ലാസ്സിൽ 4 വർഷമുണ്ട്, 10ാം ക്ലാസ്സിൽ 3 വർഷമുണ്ട്. നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ഇനി ഞാൻ നേരത്തെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേരാണ് KVPY. KVPY കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ +1 +2 ഉള്ള കുട്ടികൾ കേട്ടിട്ടുണ്ട്, 10ാം ക്ലാസ് കൊണ്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, മിക്ക കുട്ടികൾക്ക് ഇപ്പോഴും ഇതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം എന്തുകൊണ്ട് ദൗർഭാഗ്യവശാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ചില സ്കൂളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും സ്കൂളിന്റെ ഒരു ടോപ്പിക്ക് തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അത്. KVPY എന്ന് പറയുന്നത് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ നടത്തുന്ന ഒരു പരീക്ഷയാണ്. ശരിക്കും ഒരു ഫെലോഷിപ്പാണ്, സ്കോളർഷിപ്പ് എക്സാം ആണ്. ഈ പരീക്ഷ 11ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് എഴുതാം, 12ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് എഴുതാം, 12ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്ന കുട്ടിക്ക് എഴുതാം. ഈ സ്കോളർഷിപ്പ് ആദ്യത്തെ വർഷം, അതായത് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ 5000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. ഇത് ക്ലിയർ ചെയ്താൽ, KVPY ക്ലിയർ ചെയ്താൽ ആനുവലി 20,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ PG എടുത്താൽ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ PG സയൻസ് സബ്ജക്ട് ആയിരിക്കണം. അത് BSc ഫിസിക്സ് ആയാലും ഏത് സയൻസ് കുഴപ്പമില്ല, സാധാരണ കോളേജിൽ സയൻസ് ആയിരിക്കണം. ബിടെക്കിന് കിട്ടില്ല. അതിന്റെ PG പോകുമ്പോൾ നിങ്ങൾക്ക് 7000 രൂപ ഒരു വർഷം കിട്ടും. ആനുവലി 25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിന്റെ വേറെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഇന്ത്യയിലെ നേരത്തെ പറഞ്ഞു മികച്ച സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതിൽ നിങ്ങൾ ക്വാളിഫൈ ക്ലിയർ ചെയ്ത് പോയാൽ. അതുപോലെ ഐസർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഈ പരീക്ഷ നിങ്ങളെ സഹായിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജ്. KVPY പരീക്ഷ നിങ്ങൾ എഴുതണം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കേൾക്കുക. അതിന്റെ സിലബസും കാര്യങ്ങളും എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോഴേ ഓർമ്മിക്കുക. KVPY കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്പോൺസർ ചെയ്യുന്ന ഫെലോഷിപ്പ് എക്സാം ആണ്. മറന്നു പോകരുത്, കേൾക്കണം. പിന്നെ ഇതുകൊണ്ടുള്ള വേറെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഈ പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് മിക്കവാറും IIT നീറ്റ് പോലെയുള്ള പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പം അങ്ങനെ നമുക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്.
അപ്പം കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന പോലുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതണം. അപ്പൊ അതിനൊരു നിങ്ങൾക്കൊരു ട്രയലാണ് അത്. നിങ്ങളെ പിന്നെ നീറ്റിനും അതുപോലെ തന്നെ IIT ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിതാണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നമാണ് ഇതിന്റെ ഫ്രീ ആക്സസ് ടു നാഷണൽ ലൈബ്രറി അക്രോസ് ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയിലുള്ള വലിയ വലിയ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ഉണ്ടാവും ഇതിന്, ഈ സ്കോളർഷിപ്പ് കിട്ടിയ ആൾക്ക്. പിന്നെ ഓപ്പർച്യൂണിറ്റി ടു നിങ്ങൾക്ക് പല വേരിയസ് സെമിനാർസ്, പല സയന്റിസ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്താണ്. ഫോറിൻ സയന്റിസ്റ്റൊക്കെ നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാനും അവരോട് റിസർച്ചിനെ കുറിച്ച് സംസാരിക്കാനും പിടിക്കാനുള്ള അവസരം കിട്ടും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇതിൽ കിട്ടും. പിന്നെ ഇതിൽ വേറെ കാര്യം, ചില അത്യപൂർവങ്ങളായ ചില കേസുകളിൽ ഈ എൻട്രൻസ് ഒന്നും പോവാതെ ചില കുട്ടികൾക്ക് ഇത് കിട്ടും, എൻട്രൻസ് കിട്ടും. അപ്പൊ അവർ ഞങ്ങൾ പക്ഷെ അത് അവരുടെ പഠന രീതിയിലുള്ള ചില മികവുകളും അവരെ ചില പ്രത്യേകതകളുണ്ട്. അത് പക്ഷെ 100 ആളെ എടുത്താൽ നിങ്ങൾക്ക് ഒരു 5 ആളെ പോലും കാണിക്കും, 100 ആളെ എടുത്ത് ഒരാളെ പോയി കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസുകൾ വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അത് എനിക്ക് തന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്ലാസ്സിലൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും ക്ലാസ്സിൽ മാറി ചില ഏരിയ വരുന്ന ആൾക്കാരൊക്കെ കണ്ടു. ഞാനിപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതിലൊരു മെസ്സേജ് കണ്ടു, അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് വെച്ച്. അപ്പം ഇവനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡിസംബറോട് കൂടി ഇവന്റെ സ്കൂളിലെ അക്കാഡമിക് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പം ഇവൻ സ്കൂളിൽ പോവില്ല. ഇവൻ സ്കൂളിൽ പോകാതെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവൻ ഒഴിവായി നിൽക്കുകയും ഇവൻ എൻട്രൻസ്, കാരണം ഇവൻ എൻട്രൻസ് ആണ് ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ എൻട്രൻസ് ടാർഗറ്റ് ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് ബോർഡ് എക്സാമിന് ഇവന് മാർക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷെ മറ്റു സ്കൂളിൽ കറക്റ്റായി പിന്നെ റിവിഷൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് 95, 98, 99 ഒക്കെ കിട്ടുമ്പോൾ ഇവനൊരു 90, 87 ഒക്കെയാണ് കിട്ടിയത്. പക്ഷെ നീറ്റിന്റെ എക്സാം IIT വന്നു കഴിഞ്ഞപ്പം അവർക്ക് റാങ്ക് വന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്, ഇവന് റാങ്ക് കിട്ടിയെന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അത് ചില എക്സെപ്ഷൻ കേസിൽ അങ്ങനെയൊക്കെ വരും. അത് നമ്മൾ നോക്കണ്ട. ഞാൻ പറയുന്നത് നമ്മൾ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് തയ്യാറെടുത്തുകൊണ്ടാണ് എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതാണ്. ഞാനിപ്പം 100-ൽ അല്ലെങ്കിൽ 200 ഒരു കുട്ടിക്ക് അവൻ ക്ലാസ്സിന് പോവാതെ, നീറ്റ് എന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിന് പോവാതെ എന്നല്ല, അവൻ തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ടാവും, അതൊക്കെ അവൻ ചെയ്യുന്നുണ്ടാവും. ഒരു കുട്ടിക്ക് കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പോയി കഴിഞ്ഞാൽ 150 കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഉറപ്പാണ്, സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് പാരന്റ്സ് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഞാൻ പറഞ്ഞ ഈ ചാനലിന്റെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ഒക്കെ ചെയ്യുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെടുക. ഞാനിപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ട് നീറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നീറ്റിലേക്ക് കുറച്ച് കോളേജുകളും അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള നിങ്ങൾ ചെയ്യേണ്ട ചില തയ്യാറെടുപ്പിന്റെ രീതികളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തയ്യാറെടുപ്പ് ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ നാളെ ദിവസത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും 12th ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 12th ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ സംഗതികളെല്ലാം ഓൾമോസ്റ്റ് മിക്കവാറും അറിയുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. KVPY പോലുള്ള പരീക്ഷകൾ നടത്തുന്ന നോട്ടിഫിക്കേഷൻ ഇപ്പം +2ന്റെ സമയത്ത് വരും. അത് നിങ്ങൾ നോക്കിയാൽ സ്കൂളിൽ നടന്ന ബോണസ് സെന്റർ എന്നൊക്കെ പറഞ്ഞു തരുന്ന ഞാൻ വിചാരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു ഇപ്പം ഈ ഫൗണ്ടേഷൻ്റെ കാരണം വെച്ചാൽ കുട്ടികൾ മിക്സ് ചെയ്തിരിക്കുമ്പം അവർക്കൊരു ഇതുപോലെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. +2ന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏരിയയുടെ സമയം, നിങ്ങളുടെ സമയം മുഴുവൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു എയിം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കും. എന്തെങ്കിലും ഒരു എയിം നിങ്ങളാക്കുക. ഇനി എല്ലാവരും മെഡിക്കൽ എഞ്ചിനീയർ ആവണമെന്നും ഞാൻ പറയില്ല. പക്ഷെ എങ്കിലും ഈ മിക്ക പരീക്ഷകൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. ഇപ്പം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി ഉണ്ട്, നിങ്ങൾക്ക് മിലിറ്ററിയിൽ ഓഫീസേഴ്സ് ആയിട്ട് പോവാം. പൈലറ്റിന്റെ ടെസ്റ്റ് ഉണ്ട്, പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പരീക്ഷയുണ്ട്. അത് എക്സാം ഉണ്ട്, അതായത് ക്ലിയർ ചെയ്യണം. പിന്നെ പറക്കൽ, ഇത്ര മണിക്കൂറുകളുള്ള പറക്കലിന്റെ കുറിച്ചിട്ടുള്ള പരീക്ഷകളുണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണത്, എങ്കിലും നിങ്ങൾക്ക് അതും എഴുതാം. അപ്പൊ നിങ്ങളുടെ എയിം ഉണ്ടാക്കി വെച്ചിട്ട് ആ എയിമിന് വേണ്ടി നിങ്ങളുടെ പഠനത്തിലൊരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെന്റ് ചെയ്യുക, നിങ്ങളെ ഹെൽത്ത് നന്നായിട്ട് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കൺസേൺ ടീച്ചേഴ്സിനോട് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. +2കാരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിക്കണം. ഫിസിക്സ് ഒക്കെ ശരിക്കും വായിക്കണം. അത് നിങ്ങൾ മെനക്കെട്ട് വായിക്കണം. അത് വായിക്കുന്നവരുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ചാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് പറ്റുന്നതിന് ഞാൻ ഇപ്പം സമയപരിധി കുറച്ചുണ്ടാവും തോന്നുന്നു, എങ്കിലും ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത് മറുപടി നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠന രീതിയിൽ നിങ്ങൾ വളരെ മികച്ച ഒരു പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ എൻട്രൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് വേറെ എൻട്രൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ എൻട്രൻസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമഗ്രമായ ഒരു കോച്ചിങ് ക്ലാസ് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കോളേജുകളും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എവിടെയൊക്കെയാണെന്നും ഒക്കെ നമുക്ക് പറയാം. അത് KVPY എങ്ങനെ എക്സാം എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടതും, KVPY സിലബസ് എന്ന് പറയുന്നത്
ശരിക്ക് അതിന് 10ാം ക്ലാസ് 11 12 നോക്കി അതിന് വ്യക്തമായ സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ആണ് പറയാം. അതിന് സിലബസ് ഉണ്ടോ എന്ന് വെച്ചാൽ സിലബസ് ഉണ്ട്. പക്ഷെ അതിന് ഈ 10 11 12 ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. അതിന് പ്രത്യേക ഒരു സിലബസ് എന്ന് പറയാനില്ല. പക്ഷെ എങ്കിലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിന് ക്വസ്റ്റ്യൻസ് അധികം വരാറ്. കാരണം ഈ 9ാം ക്ലാസ്സും 11ാം ക്ലാസ്സുമായിട്ട് ബന്ധമുണ്ട് പലപ്പോഴും. 9ാം ക്ലാസ്സിലെ ചില ടോപ്പിക്കുകൾ 11ാം ക്ലാസ് ഇന്റർ കണക്ട് ചെയ്ത് കിടക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഉണ്ടാവും. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ KVPY നടക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കാര്യക്കൊണ്ടൊക്കെ വരും അത്. പക്ഷെ അതാണ് അതിന്റെ സിലബസിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജന എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അതിന്റെ ഫോമുണ്ട്. ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന്റെ അത് സംഗതി പിന്നെ നമുക്ക് പറഞ്ഞുതരാം. പിന്നെ നീറ്റിന്റെ വേറെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷകൾ പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ടുള്ള പരീക്ഷകളാണ്. ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് പെൻ ആൻഡ് പേപ്പറാണ് നീറ്റിന്റെ പരീക്ഷകൾ നടന്നത്. ഓൺലൈൻ ആയിട്ട് ഉണ്ടായിരുന്നില്ല പരീക്ഷ, ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇനിയത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഓരോ കൊല്ലം ഇതിന്റെ സിസ്റ്റം ഒക്കെ മാറ്റും. ഇപ്രാവശ്യം നീറ്റിന് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സാധാരണ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അത് ചിലപ്പം അതിനനുസരിച്ചിട്ട് മാറ്റാൻ സാധ്യതയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലൊക്കെ മാറ്റം അതിന് വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പറ്റുന്നത്ര ഉൾക്കൊണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളെ വേറെ ഒന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞ ഞാൻ 3 സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയും. ബയോളജി കൂടി ചെയ്യാം. ഈ ബയോളജി +2കാരോട് പറയുന്ന ഒരു പ്രശ്നമാണ്. +2കാരോട് ഞാൻ പറഞ്ഞു ബയോളജി മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബയോളജി നിങ്ങൾക്ക് ഈ ബയോളജിയിൽ മിക്കവാറും വരുന്ന ചില ക്വസ്റ്റ്യൻസ് ടൈപ്പുകള് ഒരു ഉത്തരം തന്നെ നമുക്ക് പലപ്പോഴും 4 ഉത്തരവ് ശരിയാണെന്ന് തോന്നുന്ന ഘട്ടമുണ്ടാവും. ഒരു ഉത്തരമാണ് നമ്മൾ സാധാരണ ബബിൾ ചെയ്യേണ്ടത്. A ശരിയാണ്, B ശരിയാണ്, C ശരിയാണ്, D ശരിയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഏതാണ് ശരിയെന്നല്ല. അപ്പൊ അതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് എഴുതേണ്ടത്. ഇതിനൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് വായന നിങ്ങൾക്ക് വളരെ കൃത്യമായി നന്നായിട്ട് സാധിക്കും. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അതിന് നല്ല പരിണിതന്മാരെ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട്. നല്ല ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ ചാനലിന്റെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ മിടുക്കന്മാരെ അധ്യാപകരുണ്ടോ? അതിലെനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സംഗതികളാണ് +2കാരോട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഫൗണ്ടേഷനെ കുറിച്ചാണ് ഞാനിപ്പോ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം വേറെ ബയോളജിക്കാരോട് പറയാനുള്ള കാര്യം അതാണ്. ഇനിയിപ്പോ ബയോളജി ഒന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല, എനിക്ക് മെഡിക്കൽ അങ്ങനെ വലിയ താല്പര്യമില്ലാന്നുള്ള കുട്ടികൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഇപ്പൊ 8ാം ക്ലാസ് മുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, 9ാം ക്ലാസ് മുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, 10ാം ക്ലാസ് മുതൽ 10ൽ പഠിക്കുന്നവർ ഇപ്പം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും തറവ ഒരാൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെ പെട്ടെന്ന് പോകാൻ കഴിയും. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ രീതിയിൽ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത് പ്രാക്ടീസിലൂടെ തന്നെയാണ് ശരിയായി വരിക. പ്രാക്ടീസ് ചെയ്യണം. പിന്നെ വേറെ ഒരു സംഭവം +2കാരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. +2കാരോട് കൂടി നിങ്ങൾ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കണം. സാധാരണഗതിയിൽ നമ്മൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുന്നുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും അതുമായിട്ട് നിങ്ങൾ എൻട്രൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വൈഡ് റീഡിങ്ങിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ റീഡിംഗ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സാധാരണ ചെയ്യുന്ന കുട്ടികൾ ഇല്ലാന്നും ഞാൻ പറയില്ല, പക്ഷെ ചെയ്യുന്ന കുട്ടികൾ കുറവാണ്. നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുട്ടികൾ ഇതൊന്നും പറ്റൂല സാർ, ഇതന്നെ പറ്റുന്നില്ല, പിന്നെ എവിടെയും ബുക്കൊന്നും വായിക്കാം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ കിട്ടുന്ന മാഗസീൻസ് ഉണ്ടാവും, അതിൽ അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. പിന്നെ വേറെ +2കാരോട് ഞാൻ പറയുന്ന ഒരു സംഭവം, ഒരു ദിവസം വെറുതെ നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വെറുതെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഏതെങ്കിലും എൻട്രൻസ് ഓറിയന്റഡ് ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ട് അതിന്റെ പിന്നെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ ചെയ്യാം. നിങ്ങൾ സമയം നോക്കണം. നിങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്യാം. ഒരു ദിവസം 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ 30 ദിവസം കൊണ്ട് 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അങ്ങനെ ഒരു 2 മാസം 3 മാസം 10 മാസം കൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് ഒരു പസിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് കിട്ടാത്തത് നിങ്ങളെ കൺസൾട്ട് ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ ചോദിക്കുക. സാർ ഇതെനിക്ക് കിട്ടുന്നില്ല, അപ്പൊ സാറ് പറഞ്ഞു തരും. അത് നിങ്ങളെ മെമ്മറിയിൽ സൂക്ഷിക്കുക. അങ്ങനെ പതുക്കെ ആദ്യം ഈസി ആയിട്ട് ചെയ്തോളൂ. പതുക്കെ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ കുറച്ച് ഹയർ ലെവലിലേക്ക് വരിക. IITന്റെ ഫാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എടുക്കാം, KVPYന്റെ ഫാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാം, നിങ്ങൾക്ക് ജിപ്മറിന്റെ ഫാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാം, നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു ശീലം ആദ്യം ഫ്രം ദി ബിഗിനിങ് യു ഹാവ് ടു സ്റ്റാർട്ട്. അത് നിങ്ങൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം നമ്മളെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നുകൂടി പറയാണ്, കോമ്പറ്റേറ്റീവ് എക്സാം നീറ്റിൽ ഞാൻ പറഞ്ഞത് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹി. അവിടെയാണ് സാധാരണ നീറ്റ് ക്വാളിഫൈ ചെയ്ത് നല്ല മാർക്കോട് കൂടി പാസ്സാവുന്ന കുട്ടികൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് കണ്ടുവരുന്നത് അവിടെയാണ്. പിന്നെയുള്ളത് ജിപ്മർ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജിപ്മറിനെ കുറിച്ച് പറഞ്ഞു, പോണ്ടിച്ചേരിയാണ് ജിപ്മർ. പിന്നെയുള്ളത് നമ്മുടെ AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോർപ്പ് പൂനെ. ഇത് 3 പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഗവൺമെന്റ് കോളേജസ് ധാരാളം ഉണ്ട്. ഗവൺമെന്റ് കോളേജ് നല്ല കോളേജസ് ഒക്കെ ഉണ്ട്.
ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജൊക്കെ നല്ല 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 കോളേജുകൾ തന്നെയാണ്, സംശയമില്ല, നല്ല കോളേജ് തന്നെ. അപ്പൊ അത് വേറെ വരുന്നുണ്ട്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട മനസ്സിലേക്ക് വരുന്ന ഡിമാൻഡുള്ള കുറച്ച് കോളേജ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി വളരെ 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 സുരക്ഷിതമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എക്സ്പോഷർ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, സമഗ്രമായ സംഭാവനകൾ നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എഞ്ചിനീയറിംഗിലാണെങ്കിൽ IIT നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, മെയിൻ എഴുതാൻ പറ്റും. അഡ്വാൻസ് മെയിൻ എഴുതിയാൽ നിങ്ങൾക്ക് NIT പോവാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഞാനൊക്കെ പറഞ്ഞു RIC ചെയ്യാം. അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല 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 കോഴ്സുകൾക്ക് ചേരാൻ വേണ്ടി പറ്റും, ഡിഗ്രിക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വേണം കീം എഴുതിയിട്ട് എഞ്ചിനീയറിംഗിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ, ഓപ്ഷൻസ് ഒരുപാട്, സാധ്യതകളുടെ വലിയ ഒരു 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 സാഗരം തന്നെ മുന്നിലുണ്ട്. പക്ഷെ ഈ സാധ്യതകൾ നിങ്ങൾ ചൂസ് ചെയ്തെടുക്കണം. കുറേ സാധനം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് വേണ്ടത് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. പിന്നെ വേറെ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പരീക്ഷ എഴുതാനുള്ള സംഭവം ചെയ്യാൻ എനിക്കോ നിങ്ങളെ പാരന്റ്സിനോ ടീച്ചേഴ്സിനോ കഴിയില്ല. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവന, ഇതൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിലുള്ള അഭിനേതാക്കൾ നിങ്ങളാണ്. ഞങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള എല്ലാ പിന്നണിയും ചെയ്തു തരാനാണ് കഴിയും. നല്ല ക്ലാസ് തരാൻ ഒരു പക്ഷേ ഹൊറൈസണ് കഴിയും. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞെന്ന് വരാം. നിങ്ങളെ അച്ഛനും അമ്മക്കും നിങ്ങൾക്ക് പഠിക്കേണ്ട പഠന സാഹചര്യം ചെയ്തു തരാൻ പറ്റും. പക്ഷെ പഠിക്കുക, അതിനുള്ള മനസ്സുണ്ടാക്കി എടുക്കുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂടോട് കൂടി നിങ്ങൾ രംഗത്തിറങ്ങുക എന്നുള്ള ചെയ്യാൻ നിങ്ങളായ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് മാത്രമേ കഴിയുന്നുള്ള കാര്യം മറക്കാതിരിക്കുക, വിസ്മരിക്കാതിരിക്കുക. മനസ്സിലത് ഫീഡ് ചെയ്ത് വെക്കുക. പിന്നെ ആൻസർ, പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ആൻസർ പറ്റുന്നതൊക്കെ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ നീറ്റ് എപ്പോ തുടങ്ങുന്നതോ നല്ലത്, ബിഫോർ +1 ഓർ ആഫ്റ്റർ +1? ബിഫോർ നീറ്റ് എപ്പോ തുടങ്ങുന്നതോ നല്ലത്, ബിഫോർ +1 ഓർ ആഫ്റ്റർ +1? എന്താണ് ക്വസ്റ്റ്യൻ? എനിക്ക് ദേവിക ദിലീപ്, അല്ലെ നീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങുക. അങ്ങനെ ബിഫോർ ആഫ്റ്റർ, പിന്നെ നീറ്റിന്റെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ പറയുമ്പോൾ നമ്മൾ എത്രയും ഏർലിയർ ആയിട്ട് തുടങ്ങണം. എത്രയും ഏർലിയർ ആയിട്ട് തുടങ്ങി അതിന്റെ പ്രാക്ടീസിലൂടെയാണ്, പ്രാക്ടീസ് ബൈ പ്രാക്ടീസ്, പരിശീലനമാണ് നിങ്ങളെ ഏറ്റവും മികച്ച പെർഫോമൻസിനെ തയ്യാറാക്കി എടുക്കുന്നത്. ഞാനൊരിക്കല് നോക്കുന്ന സമയത്ത് ബ്രൂസ്ലീന്റെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തില് അതിന്റെ അടിയിൽ ഞാൻ ബ്രൂസ്ലിയാണ് കരാട്ട, ലോകം കണ്ട ഏറ്റവും വലിയ കരാട്ട വിദഗ്ധനായ ബ്രൂസ്ലിന്റെ ചിത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? 1000 അടവുകൾ പഠിച്ചവന് എനിക്ക് ഭയമില്ല, 1000 അടവുകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല. പക്ഷെ ഒരടവ് 1000 തവണ ഭയമാണ്. അവിടെയാണ് അതിന്റെ ആ പ്രാക്ടീസിന്റെ ഒരു പ്രശ്നമാണ്. പ്രാക്ടീസ് വലിയൊരു ഘടകമാണ്. ഞാൻ പറഞ്ഞില്ലേ, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഗതിയല്ല. നിങ്ങൾക്ക് ടോപ്പിക് ഒക്കെ നല്ല തറവായ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. +1 +2 ടോപ്പിക്കുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ തറവാണ്. നല്ല കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് പോയിട്ട് ദൗർഭാഗ്യവശാൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുടെ ഒരേ ഒരു പ്രശ്നം ടൈം മാനേജ്മെന്റ് ആണ്. എന്നോട് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് റിപ്പീറ്റർ കിട്ടിയവർക്ക് അവർ ആദ്യത്തെ അവരോട് പല പ്രാവശ്യം അത് ആലോചിച്ച് അവർ ഡെസ്പ് ആവാറുണ്ട്. എല്ലാ ഉത്തരങ്ങളും അറിയാം സർ, അല്ലെങ്കിൽ ഒരു 720 700 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം അറിയായിരുന്നു. പക്ഷെ അതെല്ലാം ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് വേണ്ടത്ര ഫലപ്രദമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അതേ പറയുക, ഇതിന്റെ കൂടെ തന്നെ ടൈം മാനേജ്മെന്റ് നിങ്ങളെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകണം. നീറ്റൊക്കെ എഴുതാൻ പറ്റിയ സമയം അത് ഞാൻ പറയാം. +1 +2 എന്നൊന്നും ചിന്തിക്കരുത്. ഇപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ചേരുക. നിങ്ങൾ ഇത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേരും. 9ാം ക്ലാസ്സിലുള്ള കുട്ടി ഇപ്പൊ തന്നെ ചേരും, നീറ്റ് താല്പര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. 8ാം ക്ലാസ്സിലുള്ള കുട്ടി ഇപ്പോഴേ എനിക്കൊരു ഡോക്ടർ ആവണം, ഒരു മികച്ച സ്ഥാപനത്തിൽ ഡോക്ടർ ആവണമെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങുക, നാളെ തന്നെ തുടങ്ങുക. ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ട്, അത് എനിക്കറിയാം. പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റി. ഇത് ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല. ഇതാണ് റൈറ്റ് ടൈം. ഈ മൊമെന്റ് ആണ്, ഈ നിമിഷമാണ് റൈറ്റ് ടൈം. നിങ്ങൾക്ക് ഉറച്ച ലക്ഷ്യത്തോടെ കാൽവെപ്പ് തുടങ്ങാനുള്ള സമയം ഇപ്പോഴാണ്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിലെത്തിയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ ഒന്നുകൂടി നമ്മുടെ ഈ മനോരമ ഹൊറൈസന്റെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത അവരെ നിങ്ങളെ ഒരു 8, 9, 10 കുട്ടികളെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം തന്നെ പ്രധാനമായിട്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വളരെ, അതുപോലെ കേരളത്തിലെ പ്രശസ്ത സ്ഥാപനമായ മെറിറ്റ് ക്ലാസ് അവർ കൂടി സംയുക്തമായിട്ട് ചെയ്തൊരു സംരംഭമാണ്. ഈ സംരംഭം എന്തായി കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കണ്ടു. നിങ്ങളെ കുറെ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്ത് തന്നു എന്നല്ലാതെ ഞാൻ വലിയൊരു ഭയങ്കര സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആ കോളേജസിന്റെ ചില പേരുകൾ കേൾക്കാത്തവർ അത് മനസ്സിൽ കുറിച്ചിടുക. പിന്നെ ഒരു സമഗ്രമായ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഇന്ററാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ പരിപാടി ഇതുവരെ ഈ സമയം വരെ കേട്ടിരുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരരായ വിദ്യാർത്ഥികൾ, കാലിബറുള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രക്ഷിതാക്കൾക്കും അതുപോലെ മനോരമയുടെ ഹൊറൈസൺ ചാനലിനും മെറിറ്റ് ക്ലാസ്സിനും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഉള്ളത്. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു സാർ, താങ്ക് യു പ്രദീപ് സാർ. നമ്മൾ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. സാർ വളരെ ക്രിസ്പായിട്ട് തന്നെ പറഞ്ഞത്. പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എന്താ പറയുക, ഒരു ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സാർ പറഞ്ഞത്. സാർ പറഞ്ഞ പോലെ തന്നെ മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസണും മെറിറ്റ് ക്ലാസ്സസും ചേർന്ന് നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾക്കായി ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നീറ്റിന് വേണ്ടി. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് നമ്പറായ 9048991111 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ മനോരമ ഹൊറൈസൺ എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിലും സന്ദർശിക്കാവുന്നതാണ്. എന്നിരുന്നാലും സാർ ഇത്രയും വളരെ വിശദമായി നമ്മളുടെ ഇത്രയും അധികം പാർട്ടിസിപ്പന്റിനോട് സംസാരിക്കുകയും സാർ ഒരുപാട് ചാറ്റിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാർ ഓൾറെഡി സാറിന്റെ സംസാരത്തിൽ തന്നെ സാർ മറുപടികൾ നൽകുകയും ചെയ്തു. നമ്മുടെ മനോരമ ഹൊറൈസന്റെ ഈ ഒരു വേദിയിൽ വരികയും നമ്മുടെ അറ്റൻഡീസുമായിട്ട് ഇത്രയും സംസാരിക്കുകയും ചെയ്ത പ്രദീപ് സാറിന് മനോരമ ഹൊറൈസന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ നീറ്റ് അല്ലെങ്കിൽ JEE പ്രിപ്പറേഷൻസിനുള്ള ഒരു നല്ല തുടക്കം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു സെഷനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും support@manoramahorizen.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലും എഴുതി അറിയിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. Manorama Horizon. Learning made simple.